ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പാലപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് അരി അരച്ചിട്ടൊന്നും തയ്യാറാക്കിയിരിക്കുന്ന പാലപ്പം അല്ല കേട്ടോ, ഇത് അരിപ്പൊടിയും കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റിയും വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു പാലപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. പാലപ്പം റെഡിയാക്കി എടുക്കുന്നതിന് ഞാനിവിടെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അപ്പത്തിനെല്ലാം ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അരിപ്പൊടി എടുത്തിരിക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി എടുക്കാം. ഇത് സാധാ പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കൊരു നമ്മൾ പാലപ്പം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു കപ്പി കാച്ചെടുക്കാറുണ്ട്, അതുവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു കടായിലേക്ക് 1/4 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടിയും വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 ഗ്ലാസ് പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് നമ്മളൊരു കപ്പി കാച്ചിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നില്ലേ, ആ കപ്പി കാച്ചിയത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു കുറുകിയ രൂപത്തിലായിട്ടല്ലേ ഇതിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി ലൂസാക്കി നമുക്കൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതേ രൂപത്തിൽ വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊന്ന് അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ പൊടി മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. കാരണം നമ്മളൊരു ചെറിയൊരു അളവിലല്ലേ ഈ പൊടിയൊന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഉപ്പൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പാലപ്പത്തിനുള്ള പൊടി കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട് നമ്മുടെ പൊടിയെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കോരിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടിട്ട് ഇളക്കണ്ട, ചെറിയതായിട്ട് രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാലപ്പം ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു അപ്പച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ പാലപ്പത്തിന് ഹോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പാലപ്പമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലപ്പം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പാലപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാലപ്പം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൊണ്ടൊന്ന് അപ്പം തയ്യാറാക്കി എടുക്കാം.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി വ്യത്യസ്ത രുചികരമായ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.